കോവിഡ് കാലത്ത് ക്വാറന്റൈൻ സെന്ററായി പ്രവർത്തിച്ച കെട്ടിടത്തിന് 1.5 ലക്ഷം രൂപയുടെ ബിൽ നൽകി വൈദ്യുത ജലവിതരണ വകുപ്പുകൾ. കൊച്ചിയിലെ ആൽഫ പാസ്റ്ററൽ സെന്ററിനാണ് 1.5 ലക്ഷം രൂപയുടെ ബിൽ വന്നത്. സർക്കാർ ബിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ബില്ലടയ്ക്കാത്തതിനാൽ കുടിശ്ശിക സഹിതമാണിപ്പോൾ ബിൽ ലഭിച്ചത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ലോകത്തെ മരണഭയത്തിൽ അടച്ചിട്ട കോവിഡ് കാലത്ത് രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും സർക്കാരിനൊപ്പം നിന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് ഈ ഇരുട്ടടി. ചികിത്സാ സമയത്ത് വൈദ്യുതിയും വെള്ളവും ഉപയോഗിച്ചതിന് കുടിശ്ശിക സഹിതം ബില്ലടയ്ക്കാനാണ് നിർദ്ദേശം. കോവിഡ് വ്യാപനം രൂക്ഷമായ 2020 മെയ് മാസം മുതലാണ് എറണാകുളം ഇടക്കൊച്ചി ആൽഫ പാസ്റ്റർ സെന്റർ ക്വാറന്റൈൻ കേന്ദ്രമായി സർക്കാർ ഏറ്റെടുത്തത്. ഇവിടെ എത്തിയ രോഗികൾക്കുള്ള ഭക്ഷണവും മരുന്നുമെല്ലാം സർക്കാർ തന്നെ നൽകി. ക്വാറന്റൈൻ കാലത്തെ ഇവിടുത്തെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും സർക്കാർ അടയ്ക്കുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ നാളിതുവരെയായി ഒരു ബില്ലും അടച്ചില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെ വിശ്വസിച്ചിരുന്ന സ്ഥാപനത്തിലെ അധികാരികൾക്ക് 4 വർഷത്തിന് ശേഷം കുടിശ്ശിക കടം ഭീമമായി മാറിയിരിക്കുകയാണ്. ജില്ലാ മാറി കൊടുക്കണം, ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്, അതനുസരിച്ച് അവർ ചെയ്തേക്കും എന്ന് പറഞ്ഞാണ് ഇവിടെ താമസിച്ച വൈദികരെയൊക്കെ മാറ്റിയതും. ബില്ല് വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്നെ ഇത് അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, അത് കൊടുത്തേക്കാം, നിങ്ങളല്ല എന്ന രീതിയിൽ ഞങ്ങൾക്ക് മറുപടിയും കിട്ടുമായിരുന്നു. പക്ഷെ ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. ആൽഫ പാസ്റ്റർ സെന്ററിലെ 2 കെട്ടിടങ്ങളിലുമായി ഇലക്ട്രിസിറ്റി ബിൽ ഇനത്തിൽ മാത്രം ആകെ തുക 1,07,670 രൂപ കുടിശ്ശികയാണ്. 2 ബില്ലുകളിലുമായി 38,000 രൂപ പലിശയും. ഡിസംബർ 26-നകം ബിൽ തുക അടച്ചില്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന് KSEBിയിൽ നിന്ന് അറിയിപ്പും ലഭിച്ചു. ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് KSEB ഉദ്യോഗസ്ഥർ ഡിസ്കണക്ഷനായി എത്തിയെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ മറ്റൊരു അവധി നൽകി മടങ്ങിപ്പോയി. വൈദ്യുതി ബില്ലിന് പുറമെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് 72,000 രൂപയുടെ മറ്റൊരു ബില്ലുമുണ്ട്. ഇപ്പം സംഭവിക്കുന്നത് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലും മാറി വരുന്ന ഉദ്യോഗസ്ഥർ അവരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൊടുത്തിട്ടില്ല, അടുത്ത ദിവസം തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യും എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി എവിടെ സമീപിക്കുമെന്ന് അറിയാൻ പാടില്ല. കളക്ട്രേറ്റിലാണ് എൻ്റെ പോയി എല്ലാം സമർപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ നടത്തി കാണുമെന്ന രീതിയിലാണ് പോരുന്നത്. പക്ഷേ ഇവരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എവിടെ സമീപിക്കുക എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ സമീപിക്കേണ്ട സ്ഥലങ്ങളെല്ലാം സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വേദനാജനകമായൊരു സംഗതി ഓരോ ഉദ്യോഗസ്ഥരും വരുന്നവരും ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതവണ വിഷയം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. അവിടുന്ന് രസീത് ഞങ്ങൾ കൊടുത്തതിൻ്റെ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും വെച്ച് കൊടുത്ത ശേഷം ഒരു രസീത് അവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഇത് കാണിച്ചാൽ മതി, ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവർ വഴിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം പോയി. പരിഹരിക്കാവുന്ന രീതിയിലാണ്, അപ്പോൾ ഞാൻ സംസാരിക്കാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ജില്ലാ കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ വകുപ്പിൽ ഇതുപോലുള്ള നിരവധി പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവയാണ് റിപ്പോർട്ടുകളാക്കി മടക്കി വെളിച്ചം കാണാതെ സൂക്ഷിച്ചിരിക്കുന്നത്. രക്ഷ നൽകിയവർക്ക് ശിക്ഷ നൽകും വിധമാണ് നിലവിലെ ഈ നടപടി. സർക്കാരിനൊപ്പം സഹകരിച്ചിട്ടും തങ്ങളെ പ്രതിസന്ധിയിലാക്കിയ ഈ ബില്ലുകൾ സർക്കാർ അറിയാതെ എങ്ങനെ വന്നുവെന്നാണ് ഇവർ ചോദിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അക്ഷയ് VS ദേവൻ MP, ന്യൂസ് മലയാളം.